സിനിമ ടാക്കീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു തമിഴ് ചിത്രത്തെ കുറിച്ചാണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ്. ചിത്രം കൂലി. തിരക്കഥാ സംഭാഷണം ചന്ദ്രു അൻപഴകൻ. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധാണ്. ഛായാഗ്രഹണം ഗിരീഷ് ഗംഗാധരൻ. ഇതിന്റെ പ്രൊഡ്യൂസർ കലാനിധി മാരൻ. സൺ പിക്ചേഴ്സ് ആണ്. സ്റ്റൈൽ മന്നൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനാകുന്ന ചിത്രമാണ് കൂലി. அப்பாவும் தாத்தாவும் வந்தார்கள் போனார்கள். தப்பென்ன சரியென்ன எப்போதும் விளையாடு. அட பாவி என்பார்கள், தப்பாக நினைக்காத. எப்பாதே போனாலும் இன்பத்தை தள்ளாத. ദേവ എന്ന കഥാപാത്രത്തെയാണ് രജനീകാന്ത് അവതരിപ്പിക്കുന്നത്. അമീർ ഖാൻ ദാഹ എന്ന കഥാപാത്രത്തെയും, സൈമൺ എന്ന കഥാപാത്രത്തെ നാഗാർജുന, രാജേന്ദ്ര എന്ന കഥാപാത്രത്തെ സത്യരാജ് അവതരിപ്പിക്കുന്നു. ശ്രുതി ഹസൻ പ്രീതിയായിട്ടും സോബിൻ ഡോയലായിട്ടും അഭിനയിക്കുന്നു. ഇതിന്റെ അകത്ത് പൂജ ഹെഗ്ഡെ മോണിക്കയായിട്ട് എത്തുന്നു. കൈദി, മാസ്റ്റർ, ലിയോ, വിക്രം എന്ന ചിത്രങ്ങൾക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ ഡാൻസും ഡയലോഗും ആക്ഷനും സീക്വൻസും എല്ലാം കൂടിച്ചേർന്ന ഒരു ചിത്രം കൂടിയാണിത്. ദേവയുടെ കൂട്ടുകാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അന്വേഷണങ്ങളും കാര്യങ്ങളുമാണ് ഈ ചിത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രീതിയെ സഹായിക്കാനായിട്ട് ദേവ നടത്തുന്ന ശ്രമങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സൗബിൻ ചെയ്ത കഥാപാത്രം കിടിലനായിരുന്നു. അദ്ദേഹം ചെറിയ ഒരു വില്ലൻ റോളാണ് ചെയ്യുന്നത്. സൗബിന്റെ അഭിനയം മികച്ചതാണെങ്കിലും അദ്ദേഹത്തിന്റെ തമിഴ് മലയാളം ചേർന്നുള്ള ഡയലോഗ് ഡെലിവറി അത്രക്ക് അങ്ങ് ഏറ്റില്ല. അമീർ ഖാൻ ഈ ചിത്രത്തിൽ ഒരു ക്യാമിയോ റോളാണ് ചെയ്യുന്നത്. അത് ഒരു വേറൊരു ലെവലിലാണ് പുള്ളി അത് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഈ ചിത്രം ഒരു പ്രതീക്ഷയോടെ കൂടെയാണ് പോയത്. കാര്യം എന്ന് വെച്ചാല് ലോകേഷ് കനകരാജും രജനീകാന്തും ഒക്കെ ഒന്നിക്കുന്ന ചിത്രമാണല്ലോ എന്ന് കരുതിയാണ് പോയത്. പക്ഷേ എനിക്കത് കണ്ടപ്പോഴേക്കും ഒരു ആവറേജ് ഫീലായിട്ടേ തോന്നിയുള്ളൂ. ഒരു ഓക്കെ ഫീലാണ് എനിക്ക് തോന്നിയത്. ചിത്രം ഏകദേശം 2.25 മണിക്കൂർ ദൈർഘ്യമാണ് ഉള്ളത്. എനിക്ക് ഈ ചിത്രം കണ്ടപ്പോൾ ലാഗ് തോന്നിയേയില്ല. ഞാൻ ഈ ചിത്രം കണ്ടത് റിലീസായ അന്ന് തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഓൾഡ് സെന്റർ ടാക്കീസിൽ വെച്ചാണ് കണ്ടത്. ഏകദേശം ഹൗസ്ഫുൾ ആയിരുന്നു. ഫാൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു സിനിമ വിശേഷവുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.